ആയിരത്തിയൊന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം. കുമാരി വൃത്തത്തിനുള്ളിലിരുന്ന് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിഭയങ്കര ശബ്ദത്തോടെ സിംഹത്തിൻ്റെ രൂപം കൊണ്ട് ആ ജിന്ന് കുമാരിയുടെ സമീപത്തേക്ക് കുതിച്ചു ചാടി. മന്ത്രം നിർത്തിയിട്ട് കുമാരി അതിനോട് ദേഷ്യഭാവത്തിൽ സംസാരിച്ചു. അപ്പോൾ സിംഹരൂപി പറഞ്ഞു, നാം തമ്മിൽ ഒരു കരാറുള്ളത് നീ മറന്നോ? നീയാണ് മറന്നത്, ഞാനല്ല. നല്ല പ്രവൃത്തിയല്ല നീ ചെയ്യുന്നത്. അപ്പോൾ സിംഹരൂപി, എന്നെ വിളിച്ചു വരുത്തിയതിന് നീ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. സിംഹം കുമാരിയെ വിഴുങ്ങാൻ മുന്നോട്ടെടുത്തതും കുമാരി ഒരു മുടി തൻ്റെ തലയിൽ നിന്ന് പിഴുത് മന്ത്രം ചൊല്ലി അതൊരു വാളാക്കി മാറ്റി. എന്നിട്ട് സിംഹത്തിൻ്റെ തല മുറിച്ചു മാറ്റി. വീണ്ടും പല രൂപങ്ങൾ ജിന്ന് സ്വീകരിച്ചു. അതിനെ ഇല്ലാതാക്കാൻ കുമാരിയും രൂപങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. അവസാനം രണ്ടുപേരും സ്വന്തം രൂപം സ്വീകരിച്ചു. പിന്നീട് തീ കൊണ്ടുള്ള കളിയായി. ഞങ്ങളുടെ നേരെ തീ തുപ്പിക്കൊണ്ട് ജിന്ന് ഓടിയടുത്തു. വേഗം തന്നെ കുമാരി ഞങ്ങളുടെ ഇടയിലേക്ക് ചാടി വീണു. ഇല്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഭസ്മമായേനെ. എങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കൊട്ടാരത്തിൻ്റെ പരിചാരകൻ വെന്തു മരിച്ചു. രാജാവിന് പൊള്ളലേറ്റു. തീഗോളത്തിൽ നിന്ന് ഒരു പൊരി എൻ്റെ വലത് കണ്ണിൽ തെറിച്ചു വീണു. അങ്ങനെ എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടമായി. കുറച്ചു കഴിഞ്ഞ് കുമാരി വൃത്തത്തിൽ നിന്ന് വിജയാഹ്ലാദം മുഴക്കുന്നു. നോക്കുമ്പോഴുണ്ട് ആ ജിന്നിൻ്റെ ശരീരം ഒരു പിടി ചാരമായി മാറി. കുമാരി അപ്പോൾ തന്നെ പരിചാരകരോട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ വേഗം തന്നെ വെള്ളം അവിടെ എത്തിച്ചു. കുമാരി അതിൽ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി എൻ്റെ ശരീരമാസകലം തളിച്ചു. എന്നിട്ട് ആജ്ഞാപിച്ചു, മന്ത്രശക്തിയിലാണ് ഇവനെ കുരങ്ങനാക്കിയതെങ്കിൽ വേഗം സ്വന്തം രൂപം പ്രാപിക്കുക. കുമാരി അത് പറഞ്ഞ ഉടനെ എനിക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടി. പക്ഷേ കുമാരിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ആ ജിന്നിനെ ഇല്ലാതാക്കിയ തീ കുമാരിയുടെ ഉള്ളിലും കടന്നിരുന്നു. കുമാരി നിമിഷങ്ങൾക്കകം അവിടെ വീണ് ചാമ്പലായി മാറി. രാജാവ് ഇത് കണ്ട് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. പരിചാരകൻ പൊള്ളലേറ്റ് മരിച്ചതുപോലെ എനിക്കും സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ അപ്പോൾ ആഗ്രഹിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് രാജാവ് എന്നെ ആളയച്ച് വരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾ ഇവിടെ വന്ന് കയറി ഞങ്ങൾക്ക് ആപത്തുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. നിന്നെ ഇനി നാട്ടിൽ കണ്ടുപോകരുത്. ഞാൻ എന്ത് പറയാനാണ്? യാത്രക്കാരൻ്റെ വേഷത്തിൽ അവിടെ നിന്നും യാത്ര തിരിച്ചു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ സാമ്രാജ്യത്തിലെത്തി. ഇവിടുത്തെ സുൽത്താനെ കണ്ട് എൻ്റെ സങ്കടം ഉണർത്തിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ഒന്നാമത്തെ യാത്രക്കാരനെ കാണുന്നത്. ഇതാണ് എൻ്റെ കഥ. അയാളെയും ആ യുവതി സ്വതന്ത്രമാക്കി. ആദ്യത്തെ യാത്രക്കാരൻ ചോദിച്ചതുപോലെ ബാക്കിയുള്ളവരുടെ കഥ കേൾക്കണമെന്ന ആഗ്രഹം അയാളും പ്രകടിപ്പിച്ചു. അതിനുള്ള അനുവാദം അവർ കൊടുക്കുകയും ചെയ്തു. അടുത്തത് മൂന്നാമത്തെ യാത്രക്കാരൻ്റെ അവസരമായിരുന്നു. അയാൾ തൻ്റെ കഥ പറയാൻ ആരംഭിച്ചു. ഈ യാത്രക്കാരൻ പറഞ്ഞതുപോലെ ഞാനും ഒരു രാജകുമാരനാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പിതാവ് മരണമടഞ്ഞു. എനിക്ക് രാജാധികാരം ഏറ്റെടുക്കാനുള്ള പ്രായം തികഞ്ഞില്ലെങ്കിലും ഞാനായി അവിടുത്തെ പിന്നീടുള്ള രാജാവ്. എനിക്ക് എല്ലാ ദ്വീപുകളും ചുറ്റിക്കാണണമെന്ന് ആഗ്രഹം തോന്നി. കുറേ സൈന്യവുമായി കപ്പലിൽ യാത്ര തിരിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു പർവ്വതം കണ്ടു. അതിന് കാന്തശക്തി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കപ്പലിനെ അത് ആകർഷിച്ചു. ആകർഷണശക്തിയിൽ ആ പർവ്വതത്തിൽ ചെന്നിടിച്ച് കപ്പൽ പല തുണ്ടുകളായി. ഭാഗ്യത്തിന് എനിക്ക് ഒരു തടികഷ്ണത്തിൽ പിടികിട്ടി. പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ തിര എന്നെ എത്തിച്ചു. ഞാൻ അവിടെ ഇറങ്ങി. പർവ്വതത്തിൻ്റെ പടികളിലൂടെ ഞാൻ മുകളിൽ കയറി. അപ്പോഴേക്കും രാത്രിയായി. അവിടെ കിടന്ന് ഉറക്കമായി. അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു വൃദ്ധൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കാലിൻ്റെ ഭാഗം കുഴിക്കുമ്പോൾ മാന്ത്രിക അമ്പും വില്ലും കിട്ടും. ആ വില്ലുകൾ പിത്തള ഗോപുരത്തിൽ എയ്യുക. അപ്പോൾ കടൽ ഇളകി മറിഞ്ഞ് തിരകൾ ഉണ്ടാകും. തിരകളുടെ മുകളിൽ വള്ളക്കാരനും വള്ളവും പ്രത്യക്ഷപ്പെടും. ആ വള്ളക്കാരൻ പക്ഷേ ജീവൻ ഉണ്ടാവുകയില്ല. ഭയക്കാതെ അതിൽ കയറുക. നിന്നെ വള്ളക്കാരൻ ഒരു ദ്വീപിലെത്തിക്കും. അവിടുന്ന് നിന്റെ സാമ്രാജ്യത്തിലേക്ക് പോകാനും മാർഗം ലഭിക്കും. പക്ഷേ ഒരു കാര്യം, നീ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേര് ഒരിക്കൽ പോലും പറയരുത്.
ഇത്രയും പറഞ്ഞ് വൃദ്ധൻ അപ്രത്യക്ഷനായി. നേരം പുലർന്നു. ഞാൻ സ്വപ്നം കണ്ടത് സത്യമാണോ എന്നറിയാൻ എൻ്റെ കാലിരുന്ന ഭാഗം കുഴിച്ചു നോക്കി. അപ്പോൾ അമ്പും വില്ലും കിട്ടി. പിന്നീട് വൃദ്ധൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. കുറേ ദിവസ യാത്രയ്ക്ക് ശേഷം വൃദ്ധൻ പറഞ്ഞതുപോലെ കര കാണാമെന്നായി. ഞാൻ സന്തോഷത്താൽ ദൈവത്തെ വിളിച്ചുപോയി. പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാം ഓരോന്നായി സംഭവിക്കാൻ തുടങ്ങി. വള്ളത്തിൽ നിന്ന് തുഴക്കാരൻ അപ്രത്യക്ഷമായി. വള്ളം കടലിൽ മുങ്ങി. കര അടുത്തായതിനാൽ ഞാൻ മുന്നോട്ട് നീന്തി. ഞാൻ നീന്തുന്നതിനനുസരിച്ച് കരയിലേക്ക് എത്താനുള്ള ദൂരം കൂടി വന്നുകൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. പകൽ അവസാനിച്ചു. രാത്രിയായി. ഞാൻ ദൈവത്തെ വിളിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ ഭാഗ്യം, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പെട്ടെന്ന് കടലിൽ ഒരു തിരയടിച്ചു. അത് എന്നെ വലിച്ച് ഒരു കരയിലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ ഞാൻ ദൂരേക്ക് ഓടി മാറി. എന്നെ വീണ്ടും കടലിലേക്ക് അത് വലിച്ചിട്ടാലോ എന്ന് ഭയന്നു. പിന്നീട് ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്നപ്പോൾ ഒരു ദ്വീപിലാണ് ഞാൻ എത്തിയത് എന്ന് മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് ആളുകളുമായി ഒരു കപ്പൽ വരുന്നു. ഞാൻ അവർ കാണാതെ ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. കുറേ അടിമകൾ കയ്യിൽ മണ്ണ് കുഴിക്കുന്ന ഉപകരണവുമായി വന്ന് ആ ദ്വീപിലെ ഒരു ഭാഗത്തെ മണ്ണ് മാറ്റാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അടിമകൾ പോയി. അവിടേക്ക് ഒരു വൃദ്ധനും കുട്ടിയും കൂടി വന്നു. അവർ ആ മണ്ണ് മാറ്റിയ ഭാഗത്ത് നിന്നു. പിന്നീട് അവരെ കണ്ടില്ല. കുറച്ചു കഴിഞ്ഞ് വൃദ്ധൻ മാത്രം തിരിച്ചു വരുന്നത് കണ്ടു. അവർ എല്ലാവരും ആ കപ്പലിൽ കയറി യാത്രയായി. പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവർ അവിടെ ചെയ്തത് എന്നറിയാൻ ഞാൻ മണ്ണ് മാറ്റിയ ഭാഗത്തെത്തി. കുറച്ച് മണ്ണ് മാറ്റിയപ്പോൾ കുറേ കൽപ്പടവുകൾ കണ്ടു. അതിലെ താഴോട്ടിറങ്ങിയപ്പോൾ വിശാല മുറിയും കിടക്കയും ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ബാലൻ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല. നിന്നെ എന്തിനാണ് ഈ ഭൂമിക്കടിയിൽ തളച്ചിട്ടിരിക്കുന്നത്? അത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ കുട്ടി കഥ പറയാൻ തുടങ്ങി. എൻ്റെ പിതാവ് ഒരു രത്നവ്യാപാരിയാണ്. കുറേ കാലം കാത്തിരുന്ന് കിട്ടിയതാണ് എന്നെ. പിതാവ് ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതനെ കൊണ്ട് എൻ്റെ ഭാവി പ്രവചിപ്പിച്ചു. ഒരു രാജകുമാരൻ പിത്തള ഗോപുരത്തെ നശിപ്പിച്ച് എന്നെ കൊല്ലും. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് പേടിക്കാനില്ല. 15 വയസ്സ് തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേയുള്ളൂ. അതുവരെ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും മറ്റും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ഈ നിഷ്കളങ്കനായ ബാലനെ ഞാനെന്തിനു കൊല്ലണം? ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ കൂടെ ഞാനും ഇവിടെ താമസിക്കാൻ പോവുകയാണ്. ആരാണ് നിന്റെ കഥ കഴിക്കാൻ വരുന്നത് എന്ന് അറിയണമല്ലോ. എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം. നിന്നെ പിതാവ് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ എന്നെയും കൂടി കരയിൽ ഇറക്കാൻ പറയണം. അവൻ അത് സമ്മതിച്ചു. അവർ സന്തോഷത്തോടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. രാത്രിയായി. ഒരു ആപ്പിൾ കഴിക്കണമെന്ന് ബാലൻ ആഗ്രഹം. അതിനെന്താ, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു ആപ്പിൾ എടുത്തു. കുമാരൻ കിടക്കുന്നതിൻ്റെ മുകളിലാണ് കത്തി സൂക്ഷിച്ചിരുന്നത്. അത് എടുക്കാൻ വേണ്ടി ഞാൻ കിടക്കയുടെ മുകളിൽ കയറി. കത്തിയെടുത്ത് താഴോട്ടിറങ്ങാനും വിരിപ്പിൽ എൻ്റെ കാലുടക്കി. ഞാൻ കത്തിയുമായി തെന്നി ബാലൻ്റെ മുകളിലേക്ക് വീണു. അവൻ്റെ നെഞ്ചിൽ തന്നെയാണ് കത്തി തറച്ചത്. എനിക്ക് ആ കുട്ടിയെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കുറച്ചു കഴിഞ്ഞ് അവൻ മരണമടയുകയും ചെയ്തു. അല്പസമയത്തിനകം എനിക്ക് ബോധോദയമുണ്ടായി. നാളെ പ്രഭാതത്തിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വ്യാപാരിയും സംഘവും എത്തും. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പടവുകൾ കയറി. ദ്വാരമടച്ച് മണ്ണിട്ട് മൂടി കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചു. പ്രഭാതമായപ്പോൾ ദൂരെ ഒരു കപ്പൽ കണ്ടു. ഞാൻ അവിടെ തന്നെ പതുങ്ങിയിരുന്നു. മൂടി മാറ്റി ആ വയസ്സനായ പിതാവും കൂട്ടാളികളും പടവുകൾ ഇറങ്ങി. ഞാൻ ശ്വാസമടക്കിയിരുന്നു. തിരികെ 2 അടിമകൾ ആ വൃദ്ധനെ താങ്ങിക്കൊണ്ടുവരുന്നു. കുട്ടിയുടെ ജഡം അതിൻ്റെ പുറകിലുള്ള അടിമകൾ ചുമന്നുകൊണ്ടുവരുന്നു. മകനെ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ട് തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന പിതാവിൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ ഹൃദയം തകർന്നുപോയി. അവർ പോയിക്കഴിഞ്ഞ് കുറച്ചു കാലം ഞാൻ ആ ഗുഹയിൽ താമസിച്ചു. ഇതിനകം സന്തോഷകരമായ ഒരു സംഭവം ഉണ്ടായി. കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു. കരയും ദ്വീപും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പിന്നീട് ഞാൻ കരയിലെത്തി. കുറച്ചു നടന്നപ്പോൾ ഒരു മാളിക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വേഗം നടന്ന് അവിടെ എത്തി.
അപ്പോഴേക്കും ഒരു വൃദ്ധനും കുറച്ച് യുവാക്കളും മാളികയിൽ നിന്ന് ഇറങ്ങി എൻ്റെ നേരെ നടന്നു വരുന്നു. അവർ എന്നെ അഭിവാദ്യം ചെയ്തു. ഞാൻ പ്രത്യഭിവാദ്യവും നൽകി. ഞാൻ യുവാക്കളെ ശ്രദ്ധിച്ചു. അവരുടെയെല്ലാം വലത് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. വൃദ്ധന് 2 കണ്ണിനും കാഴ്ചയുണ്ടായിരുന്നു. അവർ ആ മാളികയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ അവരോടൊപ്പം അകത്ത് പ്രവേശിച്ചു. അവർ എല്ലാം അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. എനിക്കിരിക്കാൻ ഇരിപ്പിടമില്ലാത്തതിനാൽ നിലത്തിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതനുസരിക്കുകയും ചെയ്തു. ഒരു യുവാവ് എന്നോട് പറഞ്ഞു, ഞങ്ങളെക്കുറിച്ചുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്, എല്ലാം കണ്ട് മനസ്സിലാക്കിയാൽ മതി. വൃദ്ധൻ വേഗം അകത്തേക്ക് പോയി. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണവുമായി തിരികെ എത്തി. ഭക്ഷണത്തിന് ശേഷം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൽ ഒരു യുവാവ് പറഞ്ഞു, അതിഥി ഉള്ളതുകൊണ്ട് നമ്മുടെ ദിനചര്യയിൽ മുടക്കം വരുത്തണ്ട. വൃദ്ധൻ അതനുസരിച്ചു. അകത്തുപോയി അവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള പാത്രം മൂടിക്കൊണ്ടുവന്നു. ആ പാത്രത്തിനെ മൂടിയ തുണി യുവാക്കൾ മാറ്റി. അതിൽ ചാരവും കരിയുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് കുഴച്ച് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ വാരിപ്പൂശി. എന്നിട്ട് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി, അലസതയുടെയും കാമഭ്രാന്തിൻ്റെയും പരിണിത ഫലം കണ്ടുകൊള്ളിൻ. കുറേ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വൃദ്ധൻ വെള്ളം കൊണ്ടുവന്നു. എല്ലാവരും വെള്ളം വാങ്ങി കരി കഴുകി കളയുകയും ചെയ്തു. എനിക്ക് ആശ്ചര്യം തോന്നി. ഇവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ. ചോദിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഒന്നും ചോദിക്കുകയില്ല എന്ന ഒരു കരാറുണ്ടല്ലോ. അതിനാൽ ഞാൻ ചോദിച്ചില്ല. അങ്ങനെ രാത്രിയായി. കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. രാവിലെ സവാരിക്ക് ഇറങ്ങിയപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് ബുദ്ധിയില്ലാത്തവരാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ എല്ലാവരുടെയും വലത് കണ്ണിൻ്റെ കാഴ്ച എങ്ങനെ നഷ്ടമായി? അല്ലയോ ചങ്ങാതി, നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയുന്നു, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്കത് സമ്മതമായിരുന്നില്ല. എന്തു സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞു. ആ യുവാവ് അപ്പോൾ പറയാൻ തുടങ്ങി, നിങ്ങൾക്കും വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. അങ്ങനെ വന്നാൽ ഇവിടെ താമസിപ്പിക്കുകയൊന്നുമില്ല. ഞാനെല്ലാം സമ്മതിച്ചു. ഒരാടിനെ കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ കൊന്ന് അതിൻ്റെ തുകലെടുത്തു. ആ തുകലിൽ കയറി കിടക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിൽ കയറി കിടന്നു. ഒരു കത്തി എന്നെ ഏൽപ്പിച്ചു. ഇത് നിങ്ങൾക്ക് ആവശ്യം വരും, സൂക്ഷിച്ചു വെക്കുക എന്നോട്. എന്നിട്ട് പറഞ്ഞു, താങ്കളെ ഈ തുകലിൽ തുന്നിക്കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഒരു ആനറാഞ്ചി പക്ഷി വന്ന് താങ്കളെ പൊക്കിക്കൊണ്ടുപോയി പർവ്വതത്തിൻ്റെ മുകളിൽ വയ്ക്കും. ഉടൻ തന്നെ കത്തിയെടുത്ത് തുകൽ മുറിച്ച് പുറത്ത് കടക്കണം. ആ പക്ഷി ഭയന്ന് മാറിക്കൊള്ളും. ഇത്രയും പറഞ്ഞിട്ട് ആ തുകലിനുള്ളിൽ എന്നെ കിടത്തി തുന്നിക്കെട്ടി. അവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അവർ പറഞ്ഞിരുന്നു, ആനറാഞ്ചി പക്ഷി പർവ്വതത്തിലെത്തിക്കുമ്പോൾ ഒരു മൈതാനം കാണുമെന്ന്. ആ മൈതാനത്തിലൂടെ നടന്ന് വൈഡൂര്യവും മറ്റും കൊണ്ട് അലങ്കരിച്ച ഒരു മാളികയിൽ ചെന്നെത്തുമെന്ന്. അങ്ങനെ അവിടെ എത്തി. അവിടെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അവിടുത്തെ വീടിൻ്റെ ഉൾഭാഗം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ധാരാളം മുറികളും മുറികളുടെ വാതിലുകളെല്ലാം സ്വർണത്താൽ ഉള്ളതുമായിരുന്നു. മുകളിലേക്ക് കയറാൻ പടവുകളുണ്ടായിരുന്നു. ഞാൻ കയറി മുകളിൽ ചെന്നയുടനെ അവിടെയുള്ള സുന്ദരികൾ എന്നെ നന്നായി സ്വീകരിച്ചു ഒരു പീഠത്തിലിരുത്തി. ഞാൻ സന്തോഷിക്കാൻ വേണ്ടിയുള്ളതെല്ലാം അവർ ചെയ്തു തന്നു. പിറ്റേന്ന് രാവിലെ ആ സുന്ദരികൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ യുവാവേ, ഞങ്ങൾക്ക് താങ്കളെ പിരിഞ്ഞിരിക്കേണ്ട സമയമായി. ഞങ്ങളെല്ലാവരും രാജകുമാരിമാരാണ്. കുറച്ചുനാൾ അവരവരുടെ സ്വന്തം രാജ്യത്ത് കഴിയേണ്ടതുണ്ട്. അതിനാൽ ഞങ്ങൾ പോകുകയാണ്. ആ സുന്ദരികൾ ഇത് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത വിഷമമാണ് എനിക്കുണ്ടായത്. ഞാൻ ദുഃഖത്തിലായി. അപ്പോൾ ഒരുവൾ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ കഴിയുക. ഇതാ താക്കോൽ. ഇവിടെയുള്ള മുറികളിലെല്ലാം താങ്കൾക്ക് കയറാം. പക്ഷേ ഒന്നിൽ മാത്രം കയറരുത്. ആ കതക് തുറന്നാൽ പിന്നീട് ഒരിക്കലും ഞങ്ങളെ കാണാൻ കഴിയുകയില്ല. ഞാൻ അത് സമ്മതിച്ചു. താക്കോൽക്കൂട്ടം വാങ്ങി ഓരോ മുറികളിലായി കയറാൻ തുടങ്ങി. അങ്ങനെ അനുവാദമുള്ള എല്ലാ മുറികളും കയറി. കയറരുത് എന്ന് പറഞ്ഞതിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ.
അതിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ അതിൽ കയറി. ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം.